السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇൻഷാല്ലാ ഇന്ന് വളരെ കുറഞ്ഞ ബൈത്തുകൾ മാത്രം. വഖാല ബഅദു ബനി അബ്സ്, ബനു അബ്സിലെ ആരോ പറയുന്നു, ഷായർ പറയുന്നു, അരിഖൂലി അർഹാമിൻ അറാഹാ ഖരീബതൻ ലിഹാരിബിൻ കഅബിൻ ലാ ലിജറമിൻ വറാസിബി വഅന്നാ നറാ അഖ്ദാമനാ ഫീ നിആലിഹിം വആനൂഫനാ ബൈനൽ ലിഹാ വൽ ഹവാജിബി വഅഖ്ലാഖനാ ഈതാഉഹാ വഇബാഉനാ ഇദാ മാ അബൈനാ ലാ നദുറു ലിആസിബി. ഇവിടെ ബനു അബ്സിലെ ഷായർ പറയുന്നത് ഹാരിത്ത് ഇബ്നു കഅബ് എന്ന ആളെക്കുറിച്ച്. അദ്ദേഹം യമനിലേക്ക് മാറി താമസിച്ചപ്പോൾ ഈ ബനു അബ്സിലെ ഷായറും ഹാരിത്ത് ഇബ്നു കഅബും തമ്മിലുള്ള കുടുംബബന്ധം, ആ കുടുംബബന്ധം കാരണം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അദ്ദേഹത്തോടുള്ള സ്നേഹം കാരണം അദ്ദേഹത്തിന്റെ ഹൃദയം വേദനിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലായിത്തീരുന്നു എന്നാണ്. ഇവിടെ ജറമ് റാസിബ് എന്ന് പറയുന്ന രണ്ട് കബീല, അവര് ഖുലാക്കാരിൽപ്പെട്ടവരാണ്. അവരും യഥാർത്ഥത്തില് താമസിക്കുന്നത് യമനിൽ തന്നെയാണ്, പക്ഷെ അവരവിടെ സ്ഥിര താമസക്കാരാണ്. അപ്പൊ ഹാരിത്ത് ഇബ്നു കഅബ് അവര് യമനിലേക്ക് മാറി താമസിച്ചപ്പോ ഒരു വല്ലാത്ത അവസ്ഥ ഷായറിന് ഉണ്ടായി എന്നാ പറയുന്നത്. അരിഖു ലി അർഹാമിൻ അറാഹാ ഖരീബത്തൻ, ഞാന് ഖറാബത്ത് ശക്തമായ കുടുംബബന്ധം ഉണ്ട് എന്ന് വളരെ വ്യക്തമായ, അതുകൊണ്ടാണ് അറാഹ ഖരീബത്തൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ഖറാബത്തുള്ള കുടുംബത്തെ ഓർത്തിട്ട് എന്റെ ഹൃദയം വേദനിക്കുന്നു. എരിക്കു കൽബി എന്നാണ്. ഒരു ശക്തമായൊരു ബന്ധം കാണിക്കാൻ വേണ്ടിയാണ് അറാഹ ഖരീബത്തൻ എന്ന് പറഞ്ഞത്. അതിൽ ആർക്കും നിഷേധിക്കാനൊന്നും വകുപ്പില്ല. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ആരോടാണ്? ലി ഹാരിബിനി കഅബിൻ. ഹാരിത്ത് എന്നതിന്റെ തെർഖീമാണ് ഹാരി എന്ന് പറഞ്ഞത്. സാധാരണ നിദ ചെയ്യുമ്പോഴാണല്ലോ തെർഖീം. ഇവിടെ നെറൂറത്ത്, ബൈത്തിന്റെ നെറൂറത്തിന് വേണ്ടി അങ്ങനെ ചെയ്തതാണ്. എന്നിട്ട് പറയുന്നു, ലാലി ജറമിൻ റാസിബിൻ, ജറമ് റാസിബ് എന്ന് പറയുന്ന രണ്ട് ഗോത്രക്കാരോട്, രണ്ട് കബീലയോട് അല്ല. അവരും താമസിക്കുന്നത് ഇവിടെ തന്നെയാണ്, യമനിൽ തന്നെയാണ്. പക്ഷെ അവരെന്തല്ല, ഖറാബത്തല്ല. ഒരഭിപ്രായം അനുസരിച്ച് അവര് ഉമ്മയൊത്ത പിന്നെ ഇഖ്വത്താണ്, സഹോദരന്മാരാണ്. അപ്പൊ അവരോട് അല്ല, നേരെ മറിച്ച് ഹാരിത്ത് ഇബ്നു കഅബ് എന്ന് പറയുന്ന എന്റെ വ്യക്തമായ ഖറാബത്തുള്ള ആളെ ഓർത്തിട്ട് എന്റെ ഹൃദയം വേദനിക്കുന്നു. എന്നിട്ട് പറയാണ്, അന്നാ നറ അഖ്ദാമന ഫി നിആലിഹി, നമ്മൾ കാണുന്നു, അഖ്ദാമന നമ്മുടെ ഖദമ്, നമ്മുടെ പാദങ്ങൾ, ഫീ നിആലിഹിം അവരുടെ ചെരുപ്പിൽ കാണുന്നു. അഥവാ നമ്മളുടെ പാദം നമ്മുടെ ചെരുപ്പിന് ഏതുപോലെയാണോ അതേപോലെ അവരുടെ പാദങ്ങൾ അവരുടെ ചെരുപ്പിലും കാണുന്നു. എന്ന് വെച്ചാൽ വളരെ തുല്യമാണ്, ഷബീഹാണ്, സാദൃശ്യമാണ്. ഞങ്ങൾ കുടുംബക്കാരാണ് എന്നതിന് തെളിവ് പറയാം. ഞങ്ങൾക്ക് കാല് ചെരുപ്പിന് ഏതുപോലെയാണോ തുല്യമായത്, ഷബീഹായത്, അതേ പ്രകാരമാണ് അവർക്ക് അവരുടെ പാദം അവരുടെ ചെരുപ്പുകളിലും മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ ആനുഫന, അംഫിന്റെ ജമ്മ, നമ്മുടെ മൂക്ക്, ബൈനൽ ലിഹാ വൽ ഹവാജിബി, താടിയുടെയും കണ്ണിന്റെ രണ്ട് ഹാജിബ്, അവിടെയും ഏതുപോലെയാണോ നമ്മളേതുള്ളത് അതുപോലെ തന്നെയാണ് അവിടെയും അവരതും കാണുന്നത്. എന്ന് വെച്ചാൽ കുടുംബക്കാരാണ്. ഫേസ് കട്ട്, മുഖഷേപ്പിലും അതുപോലെ പാദത്തിലൊക്കെ ഒരു പിന്നെ പറയത്തക്ക രീതിയിലുള്ള ഒരു വ്യത്യാസവും ഒന്നുമില്ലാതെ കുടുംബക്കാരാണ് ഞങ്ങള് എന്ന് അതിന് തെളിവ് പറയും. അഥവാ അവിടെ
ആ ഖറാബത്ത് അതിന് ശക്തി പകരുകയാണ്. അത് നിഷേധിക്കൊന്നും വേണ്ട. അപ്പൊ ആ സ്നേഹവും ആ സൗഹാർദ്ദവും ഒക്കെ ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതിപ്പോ നമ്മുടെ കൺമുമ്പിൽ നിന്ന് അവർ മറഞ്ഞുപോയി എന്നതുകൊണ്ട് നമുക്ക് ആ സ്നേഹബന്ധം മാറ്റി നിർത്താവതല്ല. അതുകൊണ്ട് അവർ നമ്മുടെ മുമ്പിലില്ലെങ്കിലും അവരോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ വേദന, ഹൃദയം അത്രമേൽ വേദനിക്കുന്നത്. ഇഖ്തത്ത് അങ്ങോട്ട് ലോലമാകുക, ശരീരം മനസ്സിലിങ്ങോട്ട് വേദനിച്ചിട്ട് അങ്ങോട്ട് ഇല്ലാതായിത്തീരുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പോ രണ്ടാമത്തെ ബൈത്തിൽ എന്ത് പറഞ്ഞു? ശാരീരികമായിരിക്കുന്ന ശിബ്ഹ് പറഞ്ഞിട്ട് ഇനി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിശേഷണം പറയാണ്. ഞങ്ങളുടെ സ്വഭാവവും അവരുടെ സ്വഭാവവും ഒന്ന് തന്നെയാണ്. അഖ്ലാഖന ഇതാഅഹ വ ഇബാഅന വ അഖ്ലാഖന ഇഅതാഅന വ ഇബാഅന. ചില നുസ്ഖയിൽ ഇതാഅഹ എന്ന് കാണുന്നുണ്ട്. ഏതായിരുന്നാലും അഖ്ലാഖന ഇഅതാഅന വ ഇബാഅന, ഞങ്ങളുടെ സ്വഭാവം കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും ഞങ്ങൾ സാദൃശ്യമായി കാണുന്നു. ഞങ്ങൾ കൊടുക്കുന്ന വിഷയങ്ങൾ അവരും കൊടുക്കുന്നു, ഞങ്ങൾ തടയുന്ന വിഷയം അവരും തടയുന്നു. അഥവാ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നു, തടയേണ്ടവർക്ക് തടയുന്നു. അഥവാ അഖ്ലാഖന, ഞങ്ങളുടെ സ്വഭാവങ്ങളെ ഞങ്ങൾ കാണുന്നു. അഖ്ദാമിലേക്ക് അത്ഫ വ അന്ന നറ അഖ്ദാമന വ അഖ്ലാഖന, ഞങ്ങളുടെ സ്വഭാവങ്ങളെ കാണുന്നു. ഇഅതാഅന വ ഇബാഅന, അഥവാ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് ഏതാ? കൊടുക്കുന്നതും വാങ്ങുന്നതും അതിലും സാദൃശ്യമാണ്. അപ്പൊ ആ കുടുംബപരമായിരിക്കുന്ന ബന്ധം ദൃഢപ്പെടുത്തുകയാണ്. ശാരീരികമായും ബന്ധമുണ്ട്, സ്വഭാവവുമായി ബന്ധപ്പെട്ടും ബന്ധങ്ങളുണ്ട്. ഒരേ സ്വഭാവക്കാരാണ്. ഇദാമ അബൈന ലാ നദുറു ലിആസിബി, ഞങ്ങൾ തടയുകയാണെങ്കിൽ ഞങ്ങൾ എളുപ്പമാക്കി കൊടുക്കൂല. പിന്നെ ഖഹ്റൻ നിലക്ക് പിടിച്ചു വെക്കുന്നവരെ എന്ന് വെച്ചാൽ അവിടെ ശത്രുത മനോഭാവം ഉണ്ടായി പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് ഞങ്ങളുടെ ഭാഗത്തിൽ നിന്നുള്ള ഒരു എളുപ്പം കൊടുക്കുക എന്ന വിഷയം ഉണ്ടാവില്ല. അഥവാ കൊടുക്കുന്നതിലും വാങ്ങുന്നതിലൊക്കെ ഞങ്ങൾ തുല്യ സ്വഭാവക്കാരാണ്. അവര് വിദൂരമായിരിക്കുന്ന യമനിലേക്ക് മാറി താമസിച്ചു എന്നതുകൊണ്ട് സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല. ഞങ്ങൾ വളരെ ശക്തമായ നല്ല രീതിയിലുള്ള കുടുംബക്കാർ തന്നെയാണ് എന്നാണ് ഷായർ ഇവിടെ പറയുന്നത്. അപ്പൊ ഒരു യുദ്ധ സമാനമായിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് വേണ്ടപ്പെട്ട ആളുകൾ പിരിയുമ്പോൾ ഉണ്ടാവും. അതിൽ ഞങ്ങൾ ശക്തമായിട്ട് വേദന കടിച്ചിറക്കിയാണ് ഇവിടെ കഴിയുന്നത്. നേരെ മറിച്ച് ഞങ്ങളെ കുടുംബക്കാരല്ലാത്ത അവിടെ സ്ഥിരതാമസക്കാരാക്കിയ അവരോട്, അത് ഒരു പക്ഷേ ഉമ്മയത്തെ സഹോദരന്മാർ ആണെങ്കിൽ പോലും അവരോടൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക സ്നേഹം, അതുകൊണ്ടാണ് അവരെ അവിടെ എടുത്തു പറയാനുള്ള കാരണം. അവരോടൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക സ്നേഹവും മാനസികമായി ഞങ്ങൾക്ക് ഈ ഹാരിസ് ഇബ്നു കഅബ് എന്ന് പറയുന്ന ആളോട് ഉണ്ട് എന്ന് സ്ഥാപിക്കുക. ആ സ്ഥാപിക്കൽ മൂലം ഇവിടെ എന്ത് സംഭവിക്കുകയാണ്? ഒരു യുദ്ധസമാനമായിരിക്കുന്ന വിഷമം ഞങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുക. അതുകൊണ്ടാണ് ഇവിടെ അബൂ തമ്മാം എന്നവര് ഈ 2-3 ബൈത്തിന് നമ്മുടെ ഈ ഷജാഅത്തിന്റെ ബാബിൽ ഉൾക്കൊള്ളിക്കാനുള്ള കാരണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.